അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് സീറോ കോസ്റ്റ് ഉള്ളൊരു ഗപ്പികൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ വീഡിയോക്ക് പോകും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു ക്യാൻ എടുക്കുക, അങ്ങനത്തെ ഒരു പെട്ടി എടുക്കുക. മറ്റേ പെട്ടി ഇങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന പെട്ടിയിട്ട് അതൊന്നെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഞാൻ അടപ്പം തുറക്കട്ടെ ഗൈസ്. ഇതിങ്ങനെ വയ്ക്കുക. പിന്നെ നമുക്ക് അവിടെ ഞാൻ ഓൾറെഡി കൊണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കരിഞ്ഞ വഴലിട്ട് കുറച്ച് വെടിച്ചെടുക്കുക. ഇങ്ങനെ കുറച്ച് എന്നിട്ട് ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗം ചെയ്യാം. ഇങ്ങനെ വെക്കുക. കണ്ട പാത്രത്തിൻ്റെ 3/4 ഭാഗം ഇങ്ങനെ വെക്കുക നമുക്ക്. അങ്ങനെ നമുക്കിപ്പോൾ ഞാൻ ചെയ്യട്ടെ കേട്ടോ. അതിൻ്റെ പിന്നെ നമ്മളാണിക്കണ്ട പുതിയ 2 ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ആക്രിക്കടയിൽ പോയപ്പോൾ അവിടെ പഴയ കിടക്കുന്ന ഒരു ബീസനാണ് ഓട്ടൊക്കെ എന്നാണ്. അതൊന്ന് ഞാൻ വീഗം വെച്ച് ഒട്ടിച്ചിട്ട് അതിൽ മറ്റേ സ്റ്റാർപ്പായി വലിച്ചാക്കി ഞാൻ ഇതാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്രയാക്കി നമുക്കപ്പോൾ കുറച്ചുകൂടി ആക്കണം. ഇത്രയും കൂടി മതി, ഇത്രയും കൂടി മതി. അപ്പം നമുക്കിനി സെറ്റാക്കാം. ഇത്ര മതി. ഇനി നമുക്ക് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഇതിൽ വെള്ളം നിറയ്ക്കും. എന്നിട്ട് നമ്മളാണെങ്കിൽ വെള്ളം കുറച്ചുകൂടി. പിന്നെ ഞാനൊന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മുടെ കിണറ്റിന് കുറച്ച് ഫുൾ ബ്ലാക്കിനെ പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ ഫുൾ ബ്ലാക്കെല്ലാം തിന്നുന്നതാണ്. അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് കുറച്ച് ഫുൾ ബ്ലാക്കിനൊക്കെ പിടിച്ചിട്ടു ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഇത് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണുണ്ടോ. പിന്നെ തെച്ച് പറയുക, ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ തുണി വെച്ച് അടയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാപ്പ് വയ്ക്കുക. ക്യാപ്പ് വെച്ചിട്ട് നല്ല കട്ടിക്കിടണം. കട്ടിക്ക് വെച്ചാൽ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 4 ദിവസം മാക്സിമം 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിറച്ച് മറ്റേ ഇൻഫൂസൂരി ഉണ്ടാവും. മറ്റേ കുട്ടികൾക്കും ഗപ്പികൾക്കും കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ വെച്ചിട്ട് ഞാനൊരു ഇന്നലെ വെച്ചതാണ്. ഇന്നലെ വെച്ച് ഇതിൽ കുറച്ചൊക്കെ ഇൻഫൂസൂരി വന്നു തുടങ്ങി. എന്നിട്ട് ഇത് ഞാൻ മറ്റേ ഇരുട്ടിലൊക്കെ കൊണ്ടുവച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വേഗം വരാം. ബൈ.